സ്കോട്ട്ലൻഡിൽ ട്രംപിന്റെ ഗോൾഫ് റിസോർട്ടിലെ നൃത്തമുറിയിൽ വെച്ച് ഒപ്പുവെച്ച US-EU വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് US-ലേക്കുള്ള കയറ്റുമതിക്ക് 15% തീരുവ നിശ്ചയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലയനും കൈകൊടുത്ത് കരാർ ഉറപ്പിച്ചു. US കഴിഞ്ഞാൽ സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ഏറ്റവും വലിയ ആഗോള ശക്തിയാണ് 27 രാജ്യങ്ങൾ അംഗങ്ങളായ യൂറോപ്യൻ യൂണിയൻ. അമേരിക്കയാണ് ഇന്നും ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ. ആ പദവിക്ക് നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ പല നിലയ്ക്കുള്ള ക്യാമ്പയിനുകളും അമേരിക്കൻ ഭരണകൂടം എക്കാലവും നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പരമ്പരാഗത നയങ്ങളെപ്പോലും അട്ടിമറിച്ച് നടത്തിയ വ്യാപാര യുദ്ധം. ആ യുദ്ധത്തിലാണ് അമേരിക്കയുടെ ആഗോള ഒന്നാം സ്ഥാനത്തിന് വെല്ലുവിളിയായ അന്താരാഷ്ട്ര കൂട്ടായ്മയായ EU താൽക്കാലികമായി രാജിയായത്. തൻ്റെ മാനദണ്ഡങ്ങൾക്ക് വഴങ്ങി ഓഗസ്റ്റ് 1 മുൻപ് കരാറിലെത്തിയില്ലെങ്കിൽ EUവിൽ നിന്നുള്ള എല്ലാ കയറ്റുമതികൾക്കും 30% താരിഫ് ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. US-ൽ നിന്നുള്ള വാതകം, എണ്ണ, ആണവ ഇന്ധനം തുടങ്ങി ഊർജ്ജ മേഖലയിലേതുപോലെയുള്ള ഉത്പന്നങ്ങൾക്ക് നികുതിരഹിത സ്വതന്ത്ര വിപണി പ്രവേശനം, ഇരു കക്ഷികളും തമ്മിലുള്ള വ്യാപാര നികുതിയിലെ പൊരുത്തമില്ലായ്മ കുറയ്ക്കുക, US-ൽ EU നിക്ഷേപം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. UK-ക്ക് കിട്ടിയ 10% താരിഫുമായി താരതമ്യം ചെയ്യുമ്പോൾ നഷ്ടമെന്ന് തോന്നാമെങ്കിലും കരാർ EUവിനും US-നും ഒരുപോലെ വിജയം അവകാശപ്പെടാവുന്ന തരത്തിലാണ്. വാഹനങ്ങൾ, മരുന്നുകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ വസ്തുക്കൾ, അർദ്ധചാലകങ്ങൾ അടക്കമുള്ള കയറ്റുമതിക്കാണ് 15% തീരുവ എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. EUവിൽ നിന്ന് ഉരുക്ക്, അലൂമിനിയം കയറ്റുമതിക്കുള്ള 50% താരിഫ് നിലനിൽക്കും. അത് സംബന്ധിച്ച് കൂടുതൽ സമവായ ചർച്ചകൾ നടക്കും. പകരമായി EU US-ൽ നിന്ന് $750 ബില്യൺ മൂല്യമുള്ള ഇന്ധനം വാങ്ങും. അതിൽ വാതകം, എണ്ണ, ആണവ ഇന്ധനം എന്നിവയൊക്കെ ഉൾപ്പെടും. ഇന്ധനം റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ഒഴിവാക്കുക എന്ന നയത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണിത്. 3 വർഷം കൊണ്ട് സൈനിക സാമഗ്രികളിൽ $600 ബില്യൺ നിക്ഷേപം നടത്തും. ഇത് ചില US ഉത്പന്നങ്ങൾക്ക് താരിഫ് ഇല്ലാതെ EU വിപണി തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തിനായാണ്. യൂറോപ്പ് അമേരിക്കയ്ക്ക് കീഴടങ്ങിയെന്നാണ് കരാറിനെ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസ ബെയ്റു വിശേഷിപ്പിച്ചത്. യൂറോപ്യൻ യൂണിയന് ഇരുണ്ട ദിനമെന്നും ബൈറു എക്സിൽ കുറിച്ചു. ജർമ്മൻ ചാൻസലർ ഫീഡ്രിക് മെറ്റ്സ് കരാറിനെ പുകഴ്ത്തിയെങ്കിലും രാജ്യത്തെ വ്യവസായ രംഗം നിരാശ പ്രകടിപ്പിച്ചു. ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ കരാറിനെ നിശിതമായി വിമർശിച്ചു. അതേസമയം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി കരാറിനെ പിന്തുണച്ചു. റൊമേനിയയും കരാറിനെ സ്വാഗതം ചെയ്തു. ചരിത്രപരമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും കരാർ അസമമാണ്. EUവിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന മിക്ക ഉത്പന്നങ്ങൾക്കും 15% നികുതി ചുമത്തേണ്ടി വരുമ്പോൾ US EUവിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉത്പന്നങ്ങൾക്ക് 0 മുതൽ 12 വരെ ശതമാനമാണ് താരിഫ്. ഇപ്പോഴുള്ള കരാർ ഒരു ചട്ടക്കൂടാണ്. ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒരു തരത്തിൽ ട്രംപ് തുടങ്ങിയ വ്യാപാര യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയൻ സന്ധിക്ക് തയ്യാറായി എന്നതാണ് കരാറിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്.